ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെറൈറ്റി കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കടലക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാം കടല രാത്രി വെള്ളത്തിലിട്ട് വെച്ചത് ഇപ്പോൾ അതേ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 3 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ട് വേവിച്ചെടുക്കുക കടല. ഇനി അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള, 1 തക്കാളി, കുറച്ച് വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയാണ് വേണ്ടത്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വേപ്പില എത്രത്തോളം കൂട്ടുന്നോ അതിനനുസരിച്ച് കറിക്ക് ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വഴറ്റാൻ ആവശ്യമായ പാൻ എടുക്കാം. പാനിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും വേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരണം. അപ്പോൾ നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരയ്ക്കാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിപ്പോൾ അടിക്കരുത്. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ പൊടികളിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയതിന് ശേഷം അതവിടെ മാറ്റി വെക്കണം. ഇപ്പോൾ നമ്മുടെ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ കടലയിൽ നിന്ന് കുറച്ച് കടലയും കൂടി എടുത്ത് അതിൻ്റെ കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അത് കൂടി ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഇങ്ങനെ ഇനി ഇത് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ആ കറിയിലേക്ക് തന്നെ വേവിച്ച് വെച്ചേക്കുന്ന കടലയിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് ചൂടാക്കി വെച്ചേക്കുന്ന പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു വിസിൽ ഒന്നുകൂടി അടുപ്പിക്കുക. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്കിനി ഒരു വിസിലും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് കറി താളിക്കാനായിട്ട് അതേ പൊടി ചൂടാക്കിയ സെയിം പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം 2 വറ്റൽമുളക് കീറി അതും ഇട്ട് കൊടുക്കുക. വേപ്പില ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ ഇട്ടില്ല. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ അത് ഇളക്കരുത്. അപ്പോൾ അതിനൊരു ഫ്ലേവർ കിട്ടില്ല. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം മാത്രം അതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കറി നല്ല അടിപൊളി കറിയാണ് കേട്ടോ. പുട്ടിൻ്റെ ഒപ്പം, ചപ്പാത്തിയുടെ ഒപ്പം, അപ്പത്തിൻ്റെ ഒപ്പം, എല്ലാത്തിൻ്റെ ഒപ്പം, ഇടിയപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കടലക്കറിയാണ്. ഞാൻ ഇന്നിവിടെ എടുത്തിരുന്ന പുട്ടാണ്. പുട്ടിൻ്റെ ഒപ്പം ഇത് കഴിച്ച് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ദിവസം അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും stay tuned.